ഹായ് ഫ്രണ്ട്സ്, ഹരിരാജാണ്. കടൽ മാറി കരയായ ഒരു ഭാഗത്തിൻ്റെ വിഷ്വൽസിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പാറ പൊടിഞ്ഞു മണ്ണാകുന്നു എന്നറിയാം, എന്നാൽ പാറ എങ്ങനെ രൂപാന്തരപ്പെടുന്നു? കടലിനുള്ളിലെ ചെളിയൽ വെള്ളത്തിൻ്റെ ഉന്നത മർദ്ദത്താൽ വർഷങ്ങളായി ചെളി പാറയായി രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് കടലിൽ പോയി ഈ വിഷ്വൽസ് എടുക്കാൻ പ്രയാസമായതിനാൽ ഇതൊരു റെയർ കളക്ഷനാണ്. അതിനാൽ കടൽ മാറിക്കരയായ ഭാഗത്തിൻ്റെ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അടുക്കടുക്കായിട്ടുള്ള പാറകൾ, കടലിലുള്ള ജീവികളിരുന്ന ഭാഗങ്ങൾ, കടൽ സസ്യങ്ങൾ ഉണങ്ങിയ ഭാഗങ്ങൾ, അടുക്കടുക്കായിട്ടുള്ള പാറകളാണ്. ചെളിയുടെ രൂപാന്തരങ്ങൾ, പാറകളിലേക്കുള്ള മാറ്റം. ഓരോ ചരിത്ര വിദ്യാർത്ഥിക്കും ഇതൊരു നല്ല അനുഭവമായിരിക്കട്ടെ. ഇത് പാറ തന്നെയാണോ എന്നുള്ള സൗണ്ട് കേട്ടാൽ കണ്ടേ, ഇത് പാറയാണ്, ഒരു മാർബിൾ കണക്കുള്ള പാറയാണ്. പാറ പൊട്ടി മാറിയേക്കുന്ന ഭാഗം. കടൽ മാറി കരയായ ഭാഗത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മതിൽ കെട്ടിയ പോലൊക്കെയുള്ള പാറകളാണ്. നമ്മൾ മതിൽ കെട്ടിയ പോലൊക്കെയുള്ള പാറ കൂട്ടങ്ങൾ. വിഷ്വൽസ് നോക്കൂ. ചെളിയുടെ രൂപാന്തരങ്ങൾ, കടൽ പുറ്റുകൾ പോണ ചെളിയുടെ രൂപാന്തരങ്ങൾ, അടുക്കടുക്കായുള്ള പാറകൾ. ഇത് മൊത്തം പാറകളാണ്. സൗണ്ടിൽ നിന്ന് മനസ്സിലാക്കൂ പാറകളുടെ. അടുക്കടുക്കായുള്ള പാറ.